നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭാര്യയല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, ഭാര്യയായാലും ഇനി നീ ഇത് ആവർത്തിച്ച പിന്നെ നീ ഭൂമിയിലുണ്ടാവില്ല. പക്ഷേ തന്നയച്ച പാക്കറ്റിൽ ഒരു പാക്കറ്റ് കസ്റ്റമറിന് കിട്ടിയിട്ടില്ല. ആ പാക്കറ്റ് എവിടെ പോയി? ചോദിച്ച കേട്ടില്ലേ, ആ പാക്കറ്റ് എവിടെ പോയിന്ന്? ഒരു പാക്കറ്റ് മിസ്സായി പോയി. എന്റെ പക്കൽ നിന്ന് മിസ്സായതല്ല. ഒരു പക്ഷേ സ്റ്റാഫ് എടുത്തു വെച്ചപ്പോ ഒരു പാക്കറ്റ് കുറഞ്ഞു പോയതായിരിക്കും. ഏട്ടാ, ഞാൻ എടുത്തു വച്ചവനെ പിശക് പറ്റിയിട്ടില്ല. ഇറ്റ്സ് യുവർ ഫോൾട്ട്, യുവർ റെസ്പോൺസിബിലിറ്റി, യുവർ നെഗ്ലിജൻസ്. ഇത്രയും അലമ്പാവൊന്നും ബിസിനസ്സിൽ പാടില്ല. ഭാര്യ എന്ന ബന്ധം വീട്ടിൽ, ബിസിനസ്സിൽ ഞാൻ ചെയർമാനും നീ വെറും സ്റ്റാഫുവാ. മനസ്സിലായോ? നീ നഷ്ടപ്പെടുത്തിയ പ്രോഡക്റ്റ് എനിക്ക് കനത്ത നഷ്ടം ഉണ്ടാക്കി. എന്റെ ഇമേജിനും എന്റെ കമ്പനി ഇമേജിനും കറുത്ത പാട് വീഴ്ത്തി. ഇനി ഇത് ആവർത്തിച്ച നോ എക്സ്ക്യൂസ്. ഭാര്യയല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, ഭാര്യയായാലും ഇനി നീ ഇത് ആവർത്തിച്ച പിന്നെ നീ ഭൂമിയിലുണ്ടാവില്ല. എല്ലാം കേട്ടിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എന്താ നിർത്തിയത്? ശ്യാമന്തരി അവിടെ ചെയ്യുന്നത് നിനക്കെല്ലാം അറിയാം. മകന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും ഭർത്താവ് അറിയാതെ ചൂട്ട് പിടിച്ച് നടക്കുന്നോളല്ലേ നീ? ഏതറിയാ പെണ്ണ്? ശ്യാമ എന്നും ഓർത്ത് കരയാറുള്ള പെണ്ണ് ഇവളാണോ? അല്ല, ആ പെണ്ണ് കല്യാണം കഴിഞ്ഞു പോയി. അത് നീ നേരത്തെ പറഞ്ഞു തൊലച്ചതാണല്ലോ. അവള് പോയപ്പോ മറ്റൊരു പെണ്ണിനെ പ്രേമിച്ചു തുടങ്ങിയതായിരിക്കും. ഇവനിങ്ങനെ മാറി മാറി പെണ്ണുങ്ങളോടൊപ്പം ചുറ്റടിക്കുന്നതാണോ പണി? ചേട്ടൻ കരുതുന്ന പോലൊന്നും അല്ല. അവനോടൊപ്പമുള്ള പെണ്ണ് അവനേക്കാൾ പ്രായം കൂടിയവളാ. വല്ല പരിചയക്കാരുമായിരിക്കും. പ്രേമം തൊഴിലാക്കിയവർക്ക് ഈ പ്രായ കൂടുതൽ ചന്തം കുറവൊന്നൊരു പ്രശ്നമല്ല. എന്റെ വർഷമോളെ കൊണ്ടു നടക്കുന്ന മരുന്നിന്റെ ഭീകരത അവൻ അറിയുന്നില്ല. ആയിരക്കണക്കിന് നിരപരാധികളുടെ ആയുസ് എടുക്കുന്ന കൊടും വിഷം അത് വിതരണം ചെയ്യുന്ന ഏജന്റാണ് അവളെന്ന് അവൾ അറിയുന്നില്ലല്ലോ. എന്റെ ദേവി, എന്റെ പാവനീതിയെ ഞാൻ എങ്ങനെ രക്ഷിക്കൂ ചെയ്യാമേ? ചേച്ചി കരയല്ലേ? ചേച്ചി കരയാതെ. ചേച്ചി കരയല്ലേ? കരയല്ലേ ചേച്ചി? നോക്കടി, കണ്ണു തുറന്ന് നോക്ക്.
ഇപ്പൊ എന്ത് പറയുന്നു നീ? ചേർത്ത് പിടിക്കാനും കണ്ണീരൊപ്പാനും തലോടാനും പരിചയക്കാര് മാത്രമാണ് ഇവര്. ഇത് വേറൊന്നുമല്ല. അവനിൽ നിന്ന് പള്ള വീർപ്പിച്ചിട്ട് ഇപ്പൊ അതിന്റെ ഉത്തരവാദി അവനല്ലാന്ന് പറഞ്ഞപ്പോ അതിന്റെയാണ് ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ. ഇതൊക്കെ മനസ്സിലാക്കാനേ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഈ താൻ തോന്നി ചെറുക്കൻ നമ്മുടെ കുടുംബം തകർക്കും, അവന്റെ അപ്പച്ചിയെ പോലെ. അവന്റെ തോളിൽ ആശ്വാസത്തോടെ തലയാച്ചു വയ്ക്കാൻ ഇവൻ വന്ദനയുടെ ആരാ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിക്രമന് താലിയെടുത്ത് കൊടുത്തത് ഇവനല്ലേ? വർഷയുടെ കൂട്ടുകാരൻ. ഇവന് വർഷയുടെ ചേട്ടത്തി വന്ദനയായിട്ട് എന്താ ബന്ധം? നീ വന്ദനയ്ക്ക് അവനോട് പ്രേമമാണോ? ഇനി അതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കുന്നത്? ഏയ്, അതാവില്ല. അനിയത്തിയുടെ കൂടെ പഠിച്ച പയ്യൻ, അത് ലോജിക്കല്ല. അല്ല, ഇതാരാ വന്ദന ചേച്ചിയോ? വർഷ പറഞ്ഞ് ഈ പേര് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഇരുമയും ഒരു മനസ്സും അല്ലേ രണ്ടുപേർക്കും? എന്താ ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം, കയറിക്കോ. വേണ്ട. ഓ, ലിഫ്റ്റിന് വേണ്ടി വന്നതല്ല. ആഹാ. എന്റെ വർഷയെ ഇപ്പൊ അവള് പെട്ടിരിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. വന്ദന ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? നല്ല സാഹിത്യമുണ്ട് ഭാഷയ്ക്ക്. വേണ്ട, അഭിനയൊന്നും വേണ്ട. ഓ, ബന്ധം പറഞ്ഞ് വഴി തിരിച്ചുവിടാനും നോക്കണ്ട. ഞാനും നിങ്ങളും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.